കർമ്മത്തിന് അനുസരിച്ച് ഫലം കിട്ടുമോ എന്നുള്ളതാണ് ശരിയായ ലാഭസ്ഥാനം പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ കാണാറില്ല, നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആർജിക്കുന്ന തുക കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടാതിരിക്കുക, ഇതൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. അപ്പൊ അതെല്ലാം 11ാം ഭാവത്തിൽ നിന്ന് വരുന്നത് എത്രത്തോളം കർമ്മസ്ഥാനത്തിന് ലാഭം കിട്ടും എന്നുള്ളത് 11ാം ഭാവാധിപനും നമ്മളുള്ള ദൃഷ്ടി, യോഗം, ജ്ഞാനം, പറഞ്ഞത്. 11ാം ഭാവത്തിൽ ഒരു പ്രത്യേകത വരാൻ പോകാൻ 11ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ പൊതുവെ നല്ല ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. അവിടെ നിൽക്കുന്ന ഗ്രഹത്തിനെ ശക്തി ഇല്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ വരും. നമ്മൾ ജാതകം നോക്കുമ്പോൾ ഗീതത്തിലുള്ള ഗ്രഹം ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് എല്ലാത്തിനും മറുപടി നോക്കാം. ഇതൊരു ക്ലാസ് ആയത് കാരണമാണ് ഓരോമായിട്ട് പോയിന്റായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ പ്രമാണം പോകുന്ന ഓഫീസ് വെക്കാൻ കിട്ടിയിട്ടുള്ളവരാണ് ഈ സംസ്കൃതം പഠിച്ചത്. അപ്പൊ അത് നമ്മൾ ഈ വിധത്തിൽ തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതാണ് ഏറ്റവും ഷോർട്ട് കട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എപ്പോൾ സമയം എടുത്താലും നമുക്ക് കാര്യങ്ങൾ ഓർമ്മ. ഇപ്പൊ ലാഭസ്ഥാനം കർമ്മത്തിന്റെ ലാഭത്തിനോടൊപ്പം തന്നെ നമ്മൾ അല്ലാതെ ബിസിനസ് ചെയ്യുന്ന ലാഭം, ഈ വേറെ എവിടെയെങ്കിലും ധനപരമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ വരാനുണ്ടെങ്കിൽ അതെല്ലാം 11ാം ഭാവമാണ് കാണിച്ചത്. പിന്നെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം അതും കൂടി നോക്കാനുണ്ട്. പലർക്കും വിവാഹം ആയിട്ടുണ്ടാവും, പക്ഷെ വിവാഹം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ വിവാഹം എന്നൊരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണം 11ാം ഭാവമായിട്ട് എപ്പോഴും സാധിക്കും. വിവാഹത്തിന്റെ കാലം 7ാം ഭാവം നൽകുമെങ്കിലും അതിന്റെ ശരിയായ സഫലത അത് 11ാം ഭാവമാണ്. ഇതിങ്ങനെ ചേർത്ത് ചിന്തിക്കാനുള്ളതാണ് ഇവിടെ ജ്യോതിഷയുടെ കഴിവ്. ആഗ്രഹത്തിനോടൊപ്പം തന്നെ ദുരാഗ്രഹവും കാണിച്ചു തരുന്നത് 11ാം ഭാവമാണ്. അതിന് മേധാവിത്വത്തിൽ പോയി കാണുന്നത് 11ാം ഭാവത്തിൽ നിന്ന് സൂചനകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. പിന്നെ ആശ്രിതത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രിതരാക്കി വരിക. ഈ രണ്ട് കാര്യങ്ങൾ ഡിപെൻഡൻസ്, ഇതേ 11ാം ഭാവം സൂചിപ്പിക്കുന്നതാണ്. ഈശ്വരനോടുള്ള ആശ്രയം, ദേവവചനം, മന്ത്ര, സാധന, സാധനയുടെ ലാഭം, ഇതെല്ലാം 11ാം ഭാവമാണ് സൂചിപ്പിക്കുന്നത്. ശുഭവാർത്തകൾ ഇങ്ങനെയൊക്കെ വളരെ കുറവാണ്. എന്നാലും നമ്മളെ ചെറിയൊരു പോയി റിസൾട്ട് വരും. ശരിയായ റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നതൊക്കെ 11ാം ഭാവാധിപന്റെ സമയം കൂടി നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ വരും. പിന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു നെഗറ്റീവ് ട്രേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പരധനാസക്തിയാണ്. മറ്റുള്ളവർക്ക് കഴിയുള്ള കാര്യങ്ങളുള്ള ആസക്തി. ഇങ്ങനെ എന്റെ കയ്യിലെത്തിച്ച് അങ്ങനെയുള്ളവർക്ക് കുറ്റകർമ്മങ്ങൾ ചെയ്യാനുള്ള വാസന കൂടി ഉണ്ടെങ്കിൽ അത് 10ാം ഭാവാധിപൻ കാണിച്ചു. ഈ കുറ്റകൃത്യം ചെയ്യാൻ വാസനയുള്ള ഒരാൾക്ക് 11ാം ഭാവത്തിൽ പരധനാസക്തി കൂടി ഉണ്ടെങ്കിൽ അയാൾ മോഷണത്തിന് പോകാനോ പിടിച്ചുപോയിട്ട് പോകാനോ ചീറ്റിംഗ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. കൂടെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജാതകത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്താം. വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നു. എല്ലാവരും എപ്പോഴും ചെയ്യുന്നതൊന്നുമില്ല. എല്ലാവരുടെ മനസ്സിലും പലതരം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. നമ്മളെ കുറിച്ച് ബോധവാന്മാരായിരിക്കും. എന്റെ ചിന്തകൾ ഏത് വഴിക്കാണ് എന്നെ നയിക്കുന്നത് എന്ന് ബോധവാന്മാരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശരിയായ മുന്നോട്ട് പോകുന്നത്. പിന്നെ വേറൊരു പറയാനുള്ളത് പരദൂഷണം പറയാനുള്ള ഒരു ടെൻഡൻസിയാണ്. അത് 11ാം ഭാവമായി കാണിച്ചു മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് പറയും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പരദൂഷണം പറയാൻ സാധ്യതയുള്ളവരുടെ ഒരു മാനസികാവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകുന്നത്. അപ്പൊ നേരത്തെ അവരെക്കാളും ഞാൻ മോശമല്ലാത്ത ബോധ്യമില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും വഴിയൊക്കെ മറ്റുള്ളവരെ മോശമാക്കാൻ പറ്റിയത് അങ്ങനെയുള്ള കാണാം. ഇപ്പോഴത്തെ ഈ മീഡിയ ചർച്ചകളൊക്കെ നന്നായിട്ട് കാണാം. അല്ലാതെ നമ്മളൊരു കുടുംബ സന്ദർഭത്തെ സോഷ്യലായിട്ടൊക്കെ ചെയ്യുന്നതാണ്. രണ്ടാമത് ചേർന്നത് മൂന്നാമത് കുറ്റം പറയാനുള്ള ടെൻഡൻസി അതൊക്കെ 11ാം ഭാവം കാണിച്ചിരിക്കുന്നത്. പരദൂഷണം പറയുന്നത് ദൈവികമായി വളരെ മോശമായിട്ടുള്ള ഒരു ഗുണത്തിലുള്ളതാണ്. ഭഗവത്ഗീത ദേവാസ്ത്ര സംബന്ധി ഭാഗ്യവത്തെ പ്രത്യേകിച്ച് പറഞ്ഞു പരദൂഷണം പറയരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സൂചനകൾ അത് നമ്മളെ എങ്ങനെ ഈശ്വര ബോധത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകും. ഈശ്വരീയതയിൽ നടന്നു പോകുന്നതിനനുസരിച്ച് പുസ്തകങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ പരദൂഷണങ്ങളും ഇതൊന്നും അപവാദ പ്രചാരണം ചെയ്യുന്നതനുസരിച്ച്
ചെയ്യാതെ ചൂഷണങ്ങൾ ചെയ്യാതെ ഇപ്പൊ ഈ ടൂറിസം എന്ന് പറഞ്ഞ ഒരുപാട് ടൂറിസ്റ്റുകളെ ഒരു നയമാണ് ചെറിയ തട്ടിപ്പൊടി വ്യക്തന്മാരെ രംഗത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് അവര് നമ്മളെ ചെയ്യാനില്ല. അവരുടെ പരിണാമഭാവം ഇതുപോലെ കഴിവുള്ളതാണ്. അത് അവർക്ക് ഭക്ഷണം കഴിയും. അങ്ങനത്തെ അബദ്ധങ്ങൾ തിരിച്ചറിയാതിരിക്കുക. എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും അവരുടെ കർമ്മത്തിന്റെ ഫലം കിട്ടാനുണ്ട്. അപ്പൊ നമ്മളത് കിട്ടുന്ന വിധത്തിൽ കർമ്മം ചെയ്യണം. ജോലിയിൽ നമുക്ക് തരുന്നത് വലിയൊരു അനുഗ്രഹം അതാണ്. ഞാൻ ഏത് വിധത്തിൽ എങ്ങനെയൊക്കെ എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ നല്ല രീതിയിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അത് അതിനുള്ള കഴിവ് ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കഷ്ടപ്പെട്ടുള്ള പലരും നേരത്തിലൊന്നുമല്ല ഉള്ളത്. പ്രത്യേകിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും നമ്മുടെ ശാസ്ത്രം ഈശ്വരമായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വര സങ്കല്പ ശക്തി ഉള്ളതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും സങ്കല്പ ശക്തിയുണ്ട്. അവനവന്റെ ജീവിതം നന്നാക്കാനും കേടുവരുത്താനും അവനവന്റെ ചിന്താഗതിക്ക് സാധിക്കും. അവന്റെ മനോനില അതുപോലെ ചിട്ടപ്പെടുത്തി വെക്കണം. ജോലിക്ക് നമുക്ക് കൈകൊണ്ട് വലിയ ആഗ്രഹം അത് തന്നെ അവനവന്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക. അതിനെ ശരിയായ വ്യക്തി നിയന്ത്രിച്ച് പ്രതികരിച്ച് കർമ്മങ്ങൾ അതിനനുസരിച്ചുള്ള ലാഭം കൊണ്ടുവരുന്നു. ഈ സോഷ്യൽ റിമൂവൽ പണ്ടായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. അവരുടെ 11 എന്നോട് കർമ്മസ്ഥാനത്തിന്റെ 2 കർമ്മസ്ഥാനത്ത് ഒരു സാമൂഹികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ വലിയ അധ്യാത്മിക പുരുഷന്മാരുടെ വലിയ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന നേതൃത്വത്തിന്റെ ജാഗ്രത തന്നെ കാണാം. ഇതുപോലുള്ള ചിലരൊന്നും ആലോചിക്കാതെ ഇതൊന്നും ചെയ്യാൻ സാമൂഹിക പരിഷ്കരണം സോഷ്യൽ വർക്കാണ്. അങ്ങനത്തെ പൊതുസേവനം പൊതുസേവനത്തിന് ഇറങ്ങിപ്പോകുന്ന എല്ലാവരും ഒന്നും കഷ്ടപ്പെടാറില്ല. പൊതുസേവനം നമ്മുടെ തൊഴിലല്ലാതെ സേവനമാണ്. ഇതുപോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം സ്കൂളുകളിൽ കുത്തി കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ മന്ത്രിയാവാന്നിട്ട് പഠിച്ചത് IAS IPS നിയന്ത്രിക്കാം എന്നുള്ളൊരു സ്ഥിതിയിലൊക്കെ നമ്മുടെ ഒരു ശാസ്ത്രത്തിന്റെ ഒരു സ്ഥിതി വളരെ മോശമായ സ്ഥിതി തന്നെയാണ്. അപ്പൊ മാറ്റിയെടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി ആൾക്കാർ അവരുടെ അവയർനെസ് കൊണ്ടുവരാൻ ശ്രമിക്കും. അവരുടെ 11 ഭാഗം സ്ട്രോങ് ആയിട്ട് കാണുക. പിന്നെ നമ്മള് കേസ് ജയിക്കുന്ന ശത്രുവിന്റെ ശത്രു എന്നാണ് 11 ഭാഗം. നമ്മുടെ ശത്രുവിന്റെ ഒരു കേസിൽ ആ ശത്രുവിന്റെ ശത്രു നമ്മളെ വ്യക്തിയാണ്. കേസ് ജയിക്കാനുള്ളത് അവസ്ഥ 11 ഭാഗം കാണിച്ചു തരും. നഷ്ടപരിഹാരങ്ങൾ അതെപ്പോൾ കിട്ടും എന്നുള്ളത് 11 ഭാഗത്തിന്റെ കാലവുമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണ് മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള 11 ഭാവം കാണിച്ചു വരുന്നത്. അവരുടെ മൃത്യുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാനം കൂടിയാണ് 11 ഭാവം. കാരണം അത് 4ാം ഭാവത്തിന്റെ മനസ്സിന്റെ ഭാവം. കഠിനമായ മനോദുഃഖങ്ങളെ 11 ഭാവം കാണിച്ചു തരാറുണ്ട്. മാതാവിന്റെ ആരോഗ്യസ്ഥിതി, മാതാവിന്റെ ദീർഘാനുള്ള ദോഷങ്ങൾ ഇതൊക്കെ 11 ഭാവത്തിലൂടെ കൂടാൻ കഴിയും. അപ്പോൾ 11 ഭാവവും മറ്റു ഭാവങ്ങളുമായിട്ട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നതാണ്. 1ാം ഭാവം